വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വന്നാൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി പൂവാർ തിരുപുരം പഞ്ചായത്ത് സംഘടിപ്പിച്ച മേളയ്ക്കിടെ താൽക്കാലിക പാലം തകർന്നു വീണു. 7 പേരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാളുടെ നില ഗുരുതരമാണ്. നെയ്യാറ്റിൻകര പുത്തൻകടയിൽ കാഞ്ഞിരംകുളം ബൈപ്പാസിന് സമീപത്താണ് അപകടമുണ്ടായത്. AV ജയശങ്കർ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഈ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ അവിടെ ഒരു പ്രതിഷേധം ഈ പാലം തകർന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നു എന്ന് മനസ്സിലാക്കുന്നു പ്രദേശവാസികളുടെ ഭാഗത്തു നിന്ന്. എന്താണ് അതിൻ്റെയൊക്കെ വിവരങ്ങൾ, ജയശങ്കർ? റിജിത്ത്, പാലം തകർന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടി നിന്ന ചില ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നാലെ പോലീസ് എത്തി ആളുകളെ ശാന്തരാക്കി. നിലവിൽ ഇവിടെ സംഘർഷ സാധ്യത ഒന്നും തന്നെ ഇല്ല. ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചൊരു പാലമാണ് അധികം ആളുകൾ കയറിയോടുകൂടി തകർന്നത്. നാട്ടുകാരെല്ലാം നമ്മോട് പറഞ്ഞതനുസരിച്ച് ബലം തീരെയില്ലാത്ത പട്ടികയും മറ്റും ഉപയോഗിച്ചാണ് ഈ പാലം നിർമ്മിച്ചത്. അതാണ് പെട്ടെന്നൊരു അപകടത്തിന് കാരണം. എന്തായാലും ആളുകൾ 7ഓളം പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് ഒരാൾക്കുണ്ടെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതിനപ്പുറം അത്ര വലിയ പരിക്ക് ഇല്ല. ഏകദേശം ജീവന് ആപത്തില്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. ആളുകൾക്ക് കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ആളുകളുടെ ചികിത്സയെല്ലാം തന്നെ പഞ്ചായത്ത് സൗജന്യമായി ഏറ്റെടുത്ത് നടത്തും. തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജിലെയും ഒക്കെയുമെല്ലാം കുറച്ചധികം പരിക്കുള്ള ആളുകളെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഈ വിഷയത്തിലൊരു അന്വേഷണം എന്തായാലും പഞ്ചായത്ത് നടത്തുമെന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇവിടെ നാട്ടുകാരും മറ്റും കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലെല്ലാം കണ്ട പോലെ ഒരുപാട് ആളുകൾ പെട്ടെന്നൊരു പാലത്തിലേക്ക് കയറിയപ്പോൾ ഉണ്ടായ ഒരു അപകടമാണ്. ഈ അപകടത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുണ്ടായില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. നിരവധിയായിട്ടുള്ള നാട്ടുകാർ ഇപ്പോഴും ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവരെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും അധികം ആളുകൾ ഒരേ സമയം ഈ പാലത്തിൽ പ്രവേശിച്ചപ്പോഴുണ്ടായ ഒരു അപകടമാണ്. എന്തായാലും അപകടത്തിൽ ഒരുപാട് പേർക്ക് പരിക്ക് സംഭവിച്ചില്ല എന്നുള്ളത് തികച്ചും ആശ്വാസകരമായ ഒരു കാര്യമാണ്. റിജിത്ത്, ശരി. AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് താൽക്കാലിക പാലം തകർന്നു വീണാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നെയ്യാറ്റിൻകര പുത്തൻകടയിൽ കാഞ്ഞിരംകുളം ബൈപ്പാസിന് സമീപത്താണ് അപകടം. കോഴിക്കോട് ചുള്ളിയോട് വളർത്തുനായെ ബൈക്കിൽ കെട്ടിവലിച്ചു. ചുള്ളിയോട് വാടകയ്ക്ക് താമസിക്കുന്ന 2 പേരാണ് മിണ്ടാപ്രാണിയോട് ക്രൂരത കാണിച്ചതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. സമീർ, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് സംഭവിച്ചത്? നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് സമീർ? ശ്രീജിത്ത്, ഇന്ന് സന്ധ്യയോട് കൂടിയാണ് കോഴിക്കോട് ചുള്ളിയോട് ഇത്തരത്തിലുള്ള അതിക്രൂരത ഉണ്ടായിരിക്കുന്നത്. വളർത്തുനായോടാണ് ക്രൂരത കാണിച്ചിരിക്കുന്നത്. ബൈക്കിൽ കയറുമായി ബന്ധിപ്പിച്ച് കിലോമീറ്ററുകളാണ് ഈ നായയുമായി കൊണ്ട് ഈ യുവാക്കൾ സഞ്ചരിച്ചത്. പൊമേറിയൻസിൽപ്പെട്ട നായയാണ്. ഇതിനെ വളർത്തുന്ന നായയാണ്. ആ വീട്ടിൽ നിന്ന് ഇതിനെ കയറിൽ കെട്ടിവലിക്കുകയും പിന്നീട് കിലോമീറ്ററുകൾ കൊണ്ടുപോവുകയും ചെയ്തു. ചുള്ളിയോട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ഇതിന് പിന്നിൽ എന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രശോഭ്, പ്രശാന്ത് എന്നിവരാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. ഇവരുടെ സുഹൃത്തുക്കളായ 2 പേർ ഷിബിൻ കടലുണ്ടി, ജസിൻ എന്നിവരുമാണ് ഈ കൃത്യം നടത്തിയത് എന്ന് നാട്ടുകാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് CCTV സ്ഥാപിച്ചത്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിക്കൊണ്ടാണ് CCTV സ്ഥാപിച്ചത്. ആ CCTVയിലാണ് ഇത്തരത്തിലുള്ള ദൃശ്യം പതിയുകയും പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. അവിടെ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നടക്കാവ് പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. മൃഗങ്ങൾക്ക് എതിരായിട്ടുള്ള ക്രൂരത ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഈ പ്രതികൾക്കെതിരായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. റിജിത്ത്, സമീർ, ഈ വളരെ വേഗത്തിലാണ് ബൈക്ക് ഓടിച്ചു പോകുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസിന്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ സമീർ? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് റെസിഡൻസ് അസോസിയേഷൻ പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രതികളെ 2 പേരെയും തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ നടപടി ഉണ്ടാകും എന്ന കാര്യമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ നാളെയായിരിക്കും ഇതിന് തുടർ നടപടികൾ ഉണ്ടാവുക. ഇന്ന് സന്ധ്യയോട് കൂടിയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് ഈ നാട്ടുകാർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഏറെ നേരം നാട്ടുകാർ ഇവരെ തടഞ്ഞു വെക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ നായയെ കയറിൽ നിന്ന് മോചിപ്പിക്കാനും നാട്ടുകാർക്ക് കഴിഞ്ഞു. ശേഷമാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ശരി. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വലിയ ക്രൂരതയാണ് ഉണ്ടായത്. വളർത്തുനായെ ബൈക്കിൽ കെട്ടി കിലോമീറ്ററുകളോളം വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. ചുള്ളിയോട് വാടകയ്ക്ക് താമസിക്കുന്ന 2 പേരാണ് മിണ്ടാപ്രാണിയോട് ഈ ക്രൂരത കാണിച്ചത്. നാട്ടുകാർ പിന്നീട് ഇടപെട്ട് ഈ നായയെ മോചിപ്പിക്കുകയായിരുന്നു. പോലീസിൽ എന്തായാലും പരാതി നൽകിയിട്ടുണ്ട്. കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നാട്ടുകാരും പറയുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.
നവകേരള സദസ്സ് പൂർണ്ണമായി ഫലം കണ്ടെന്നും കേന്ദ്ര അവഗണന ജനം തിരിച്ചറിഞ്ഞെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സ് സംഘർഷഭരിതമാക്കാനുള്ള ശ്രമങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകി. എന്നാൽ തിരിച്ച് സംയമനം പാലിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. നവകേരള സദസ്സ് നടക്കുന്ന അവിടെ എത്തുമ്പോൾ മാത്രമല്ല ആളുകൾ, വഴിനീളെ ആളുകളാണ്. ഒരു നൂറുകണക്കിന് ആളുകൾ നിൽക്കുന്നതിൻ്റെ മുന്നിൽ വന്നിട്ട് ഒരുത്തൻ അല്ലേ രണ്ടാൾ കരിങ്കൊടി ഇങ്ങനെ കാണിക്കുമ്പോൾ ആ സംയമനം നല്ല രീതിയിൽ പാലിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവർ ഞങ്ങളുടെ നേരെ കൈവീശുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചും കൈവീശുന്നുണ്ട്. ഇവരെ നോക്കി ചിരിക്കുകയാണ്. ഒരു പ്രകോപനവും നാട്ടുകാരുടെ ഭാഗത്തുണ്ടാകുന്നില്ല. നല്ല നിലക്കാണല്ലോ നാട്ടുകാർ സംയമനം പാലിച്ചത്. അവരുദ്ദേശിച്ചത് ആളുകളെ നല്ലതുപോലെ പ്രകോപിതരാക്കി സംഘർഷഭരിതമാക്കാനാണ്. ഒരു സംഘർഷവും ഉണ്ടായില്ല. ശാന്തമായി കാര്യങ്ങൾ നടന്നു. 10,000 ഒഴുകിയെത്തി. വിജയകരമായി നവകേരള യാത്ര സമാപിക്കുന്ന നിലയുണ്ടായി. കോടതി പറഞ്ഞിട്ടും കുറുപ്പംപടി പോലീസിന് കേസില്ല. കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ കുറുപ്പംപടി പോലീസ്. നവകേരള സദസ്സ് വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനാണ് കോടതി ഉത്തരവിട്ടത്. ഈ പരാതിയിലാണ് കേസെടുക്കാതെ ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിക്കുന്നത്. ഓടക്കാലിയിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചത്. വാഹനത്തിനുള്ളിൽ കയറ്റിയ ശേഷം തോക്കുകൊണ്ട് മർദ്ദിച്ചതായി പ്രതികൾ കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ശരീരത്തിലെ പരിക്കുകൾ കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് കോടതി പരാതി എഴുതി വാങ്ങിയത്. ഈ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടും പോലീസ് ഉരുണ്ട് കളിക്കുന്നത്. ഏകദേശം ഒരു ഞാൻ പറഞ്ഞില്ല 10 ദിവസങ്ങൾ ഇതുവരെ അത് തന്നെയല്ല, എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മൾ ചെല്ലുമ്പോൾ കൃത്യമായിട്ട് സീരെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് പരാതി എടുക്കുന്നില്ല, ഞങ്ങൾ മൊഴി തരണ്ടേ, ഞങ്ങൾ പരാതി എടുക്കുന്നില്ല ചോദിക്കുമ്പോൾ ഒന്നും അവർക്ക് ഉത്തരമില്ല. അത് നമ്മൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വെറുതെ തള്ളിവിടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്നുണ്ടായിരുന്ന ഈ പറയുന്ന ഞങ്ങൾ മീഡിയാസിൽ പിന്നെ കണ്ടപ്പോൾ ഈ ഗൺമാൻ അല്ലെന്നുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീരെടുത്ത് പറഞ്ഞപ്പോൾ CI മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതൊരു അന്യായം ഫയൽ ചെയ്യാൻ തന്നെ പോവുകയാണ്. 27-ാം തീയതി അന്യായം ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ തീരുമാനം. പരാതിക്കാർ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ എത്തുമ്പോഴൊക്കെ കേസെടുക്കാമെന്ന ഒഴുക്കൻ മറുപടി മാത്രമാണ് കുറുപ്പംപടി CI നൽകുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കേണ്ടി വരുമെന്ന സാഹചര്യമാണ് പോലീസിനെ കേസെടുക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. CIക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരുടെ തീരുമാനം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂറിയൽ റിപ്പോർട്ട് ചെയ്ത 24 പ്രതിനിധി വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം തുടരുന്നു. പോലീസ് നടപടിയെ ന്യായീകരിച്ച മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ വിമർശനം ശക്തമാണ്. ഇതിനിടെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള CDR ചോർന്നതിലും പോലീസ് പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും CPIM നേതൃത്വവും പോലീസിനെ ന്യായീകരിക്കുമ്പോഴും 24 പ്രതിനിധിക്കെതിരായ കേസിൽ പ്രതിഷേധം ശക്തമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ അനാവശ്യമായി കേസെടുക്കാനുള്ള പ്രവണത മുളയിലേ നുള്ളണമെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. മാധ്യമങ്ങൾക്കെതിരെ അനാവശ്യമായി കേസെടുക്കുന്ന പ്രവണതയുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. കേസ് നിർഭാഗ്യകരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്. കേസെടുത്ത് മാധ്യമപ്രവർത്തനത്തെ കൂച്ചുവിലടങ്ങുക, നിയന്ത്രിക്കുക എന്നത് അപ്രസക്തവുമായും അപരിഷ്കൃതമായിട്ടുള്ള നിലപാടാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നല്ല. കേസെടുത്തതിനു പിന്നിൽ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും കളിയുണ്ടെന്ന് K അജിതയും മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക എന്നത് ഭരണപക്ഷത്തിന്റെ ധർമ്മമാണെന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും പ്രതികരിച്ചു. അവർക്കെതിരെ അങ്ങനെ കേസെടുക്കുന്നത് നിയമപ്രകാരം അല്ലെങ്കിൽ മാനുഷിക ഒരു പരിഗണന പ്രകാരം തെറ്റാണ്. അവര് കാണുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പോലീസ് അന്വേഷണം പൂർത്തിയായ ശേഷം പ്രതികരണമെന്ന് സ്ഥാനമൊഴിയുന്ന മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. അതൊക്കെ പോലീസിന്റെ അന്വേഷണം പൂർത്തിയാവട്ടെ, അതിനുശേഷം പ്രതികരിക്കാം. കേസെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാകണം കേസെടുത്തതായിരുന്നു നിയുക്ത മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. 24, കൊച്ചി. വാർത്തകളിലേക്ക് വീണ്ടും. മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കിടെ സഭാ നേതൃത്വത്തിന് ക്രിസ്മസ് വിരുന്നൊരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മാർപ്പാപ്പ അടുത്ത വർഷം ഇന്ത്യ സന്ദർശിക്കും. ക്രിസ്മസ് വിരുന്ന് പ്രതീക്ഷകൾ നൽകുന്നതാണെന്ന് വിരുന്നിൽ പങ്കെടുത്തവർ പ്രതികരിച്ചു. ഇതാദ്യമായാണ് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുങ്ങുന്നത്. സഭാപ്രതിനിധികളും വ്യവസായ പ്രമുഖരും കായിക താരങ്ങളും ഉൾപ്പെടെ 60ഓളം പേർ പ്രധാനമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിനെത്തി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ക്രൈസ്തവ സമൂഹം നൽകിയ സംഭാവനകൾ ക്രിസ്മസ് സന്ദേശത്തിൽ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും തന്നെ പരാമർശിച്ചില്ല. അതിനുള്ളൊരു അവസരമല്ലായിരുന്നു. ക്രൈസ്തവ സമൂഹത്തിന് ക്രിസ്മസ് വിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം.
അത് ആദ്യമായിട്ടാണ് ക്രിസ്മസിൻ്റെ ദിവസം ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും ഇങ്ങനെയുള്ളൊരു ആശംസ നടത്തുകയും ചെയ്തത്. അതിൽ പൊതുവെ ക്രൈസ്തവ സമൂഹം വളരെ സന്തുഷ്ടരാണ്. ഈ ഒരു ക്രിസ്മസ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ കൂടെ ആഘോഷിക്കാൻ പറ്റിയതിൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് കോൾ ആയിരുന്നു. പക്ഷേ ദ വേ ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് എവറിബഡി, ഹൗ ഹി ഈസ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇസ് സംതിങ് ഗ്രേറ്റ്. സസ്യാഹാരമായിരുന്നു അതിഥികൾക്ക് ആതിഥേയൻ ക്രിസ്മസ് വിരുന്നിൽ ഒരുക്കിയത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം അതിഥികൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ തുടർന്നു. ഭക്ഷണം എന്ന് പറയാൻ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അതൊരു വലിയ വിഷയമൊന്നും അല്ലല്ലോ. പ്രത്യേകിച്ച് ഞാനൊക്കെ എന്നെ പോലെയുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ലല്ലോ. ഇതൊരു പ്രത്യേക ഒരു ഇൻവിറ്റേഷനായിട്ട് എനിക്ക് കിട്ടി. വളരെ നന്നായി പ്രോഗ്രാം. ആദ്യമായിട്ടാണ് നമ്മളുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ നേരിട്ട് കാണാനായിട്ട് സാധിച്ചത്. മണിപ്പൂർ സംഭവങ്ങൾക്ക് ശേഷം ക്രൈസ്തവ വിഭാഗങ്ങൾ ശക്തമായ വിമർശനം കേന്ദ്ര സർക്കാർ BJP സമീപനങ്ങൾക്കെതിരെ ഉന്നയിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ക്രൈസ്തവ സമൂഹത്തിന്റെ മുറിവുണക്കുക കൂടിയാണ് ക്രിസ്മസ് വിരുന്നിന്റെ രാഷ്ട്രീയ ലക്ഷ്യം. ക്രിസ്തുമസ് ദിനത്തിൽ പ്രധാനമന്ത്രി തുടക്കമിട്ടത് ഒരു നയതന്ത്രത്തിന്റെ തുടക്കമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പ്രതീക്ഷകൾ BJPയെ സംബന്ധിച്ച് ആ നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഇനിയുണ്ട്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ, 24. ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള BJPയുടെ സ്നേഹയാത്രയെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു ജനതയെ കുരുതി കൊടുത്തിട്ട് വോട്ടിന് ചെന്നാൽ ആളുകൾ കേൾക്കുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്ത് CPIയും മുസ്ലിം ലീഗും രംഗത്തെത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ സംഘപരിവാർ വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പലയിടത്തും പള്ളികളടക്കം തകർത്തു. എന്നിട്ട് ഇത്തരക്കാർ നടത്തുന്ന സ്നേഹയാത്രയ്ക്ക് എന്ത് അർത്ഥമാണുള്ളതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വംശഹത്യ വരെ നടന്നില്ലേ പലയിടത്ത്? അനങ്ങിയോ ഗവൺമെന്റ്? ആ കൊലയാളി സംഘത്തിന്റെ കൂടെയായിരുന്നില്ലേ പല ഗവൺമെന്റുകളും? അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഫലത്തിൽ കൂട്ടുനിന്നവര് പിന്നീട് ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവരോട് ലോക്യം പറയാൻ ചെന്നാൽ അവർ വിശ്വസിക്കുമോ? ഈ മെരുക്കിയെടുക്കാൻ വേണ്ടി പലതും നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിശ്വസിക്കുമോ ആരെങ്കിലും? കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എല്ലാവരെയും വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം. മണിപ്പൂർ കലാപത്തിന്റെ ഭീകരാവസ്ഥ അവസാനിച്ചിട്ടില്ലെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചത്. അത് നല്ല കാര്യമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം. അതാണ് ഒരു ഭരണകൂടത്തിന്റെ ചുമതല. അത് പ്രധാനമന്ത്രി എന്നോ തയ്യാറാകേണ്ടതായിരുന്നു. വിശ്വാസത്തെ പല തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ക്രൈസ്തവ സഭാ നേതാക്കളെ വിമർശിച്ച് CPI രംഗത്തെത്തി. മണിപ്പൂർ കലാപത്തിലെ നിശബ്ദതയെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് ബിഷപ്പുമാർ ചോദിക്കണമായിരുന്നുവെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. വിരുന്നിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. വിചാരധാരയിൽ ആഭ്യന്തര വെല്ലുവിളികൾ എന്ന ഭാഗത്താണ് ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നതെന്നും ബിനോയ് വിശ്വം സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. വാർത്തകളിലേക്ക് വീണ്ടും. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പ്രതിദിനം 18-ാം പടി ചവിട്ടുന്നവരുടെ എണ്ണം 1,00,000 കടന്നു. ഭക്തർക്ക് ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. തങ്കയങ്കിയും വഹിച്ചുള്ള രഥയാത്ര നാളെ സന്നിധാനത്തെത്തും. മണ്ഡലകാലം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ തീർത്ഥാടക തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്നിതുവരെ 90,000 പേർ ദർശനം നടത്തി. ഓരോ മണിക്കൂറിലും 5,000-ഓളം ആളുകൾ 18-ാം പടി ചവിട്ടുന്നുണ്ട്. ഇടത്താവളങ്ങളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതിനാൽ തീർത്ഥാടകരുടെ നിര സന്നിധാനം മുതൽ മരക്കൂട്ടം വരെയുള്ള ഭാഗത്ത് ക്രമീകരിക്കാൻ കഴിഞ്ഞു. തീർത്ഥാടകരുടെ പ്രതികരണം ഇങ്ങനെ. ഭയങ്കര കടുപ്പമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് വന്നതാ. പമ്പേനെ പിടിച്ച വന്ന വഴിക്ക് നമ്മുടെ ഇടത്താവളം, അത് കഴിഞ്ഞ് 2 പമ്പേന്ന് പിടിച്ചാൽ തുടങ്ങിയതാ. പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ റൂമിലടച്ച് ഒരു 6 മണിക്കൂറോളം. ഒരു രക്ഷയില്ല. എങ്ങനെ എത്തിപ്പെട്ടെന്നൊരു പിടിയില്ല. ഇടത്താവളങ്ങളിൽ തടഞ്ഞിട്ടിട്ടുള്ള തീർത്ഥാടകർക്ക് അവശ്യ സൗകര്യങ്ങൾ ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയാണ് ഹൈക്കോടതി വിഷയം പരിഗണിച്ചത്. തങ്കയങ്കി ഘോഷയാത്ര നാളെ ഉച്ചയ്ക്ക് പമ്പയിലെത്തും. വൈകിട്ട് 6:30 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന. മറ്റന്നാൾ രാവിലെ 10:30-നും 11:30-നും ഇടയിൽ ഇത്തവണത്തെ മണ്ഡലപൂജ നടക്കും. മണ്ഡലപൂജയ്ക്ക് നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കി. വ്രതം നോറ്റ് മാലയിട്ട് മല കയറുന്ന തീർത്ഥാടകർക്ക് ഈ തിരക്കിനിടയിലും സുഗമദർശനം ഒരുക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് സന്നിധാനത്തെ മുഴുവൻ സേനകളും. മനു ദാമോദറിനൊപ്പം രാഹുൽ സുരേഷ്, 24 സന്നിധാനം. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ.
പുതിയ ക്രിമിനൽ നിയമ ബില്ലുകളിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചു. IPCക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരമുള്ള ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, എവിഡൻസ് ആക്ടിന് പകരമുള്ള ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ലോക്സഭയും രാജ്യസഭയും ബില്ലുകൾ പാസാക്കിയത്. തൃശൂർ പൂരം പ്രതിസന്ധിയിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ. മന്ത്രിമാർ ഇന്നലെ വിളിച്ച യോഗത്തിൽ അന്തിമ തീരുമാനമായിരുന്നില്ല. ജനുവരി 4-നാണ് കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. DGP ഓഫീസ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്ന KSU പ്രവർത്തകരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് നീക്കം. 10 പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് മ്യൂസിയം പോലീസ് കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചു. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ജമ്മുകശ്മീർ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാരാമുള്ള സ്വദേശിയായ മുഹമ്മദ് മുർത്താസാണ് പിടിയിലായത്. അറബിക്കടലിൽ ഡ്രോൺ ആക്രമണം നേരിട്ട കപ്പൽ മുംബൈ തീരത്തെത്തി. കോസ്റ്റ് ഗാർഡിന്റെ സുരക്ഷാ വലയത്തിലാണ് കപ്പൽ വൈകിട്ട് 4 മണിയോടെ മുംബൈയിൽ എത്തിയത്. കപ്പലിലെ ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റിയ ശേഷം മംഗലാപുരത്തെത്തിക്കും. സംഭവത്തിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇന്റലിജൻസും സംയുക്ത അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വാർത്തകളിലേക്ക് വീണ്ടും. സോളാർ പീഡന കേസിലെ പരാതിക്കാരി ഒരിക്കൽ പോലും ക്ലിഫ് ഹൗസിൽ വന്നിട്ടില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു മറിയാമ്മ ഉമ്മന്റെ പ്രതികരണം. ക്ലിഫ് ഹൗസും ക്ലിഫ് ഹൗസിലെ സരിതയുടെ സന്ദർശനവും സോളാർ കാലത്ത് വലിയ വിവാദമായിരുന്നു. എന്നാൽ സരിത ക്ലിഫ് ഹൗസിൽ വന്നിട്ടേ ഇല്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മന്റെ പ്രതികരണം. സരിതയെ താനും മകളും കണ്ടിട്ടില്ലെന്നും മറിയാമ്മ ഉമ്മൻ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഏറ്റവും അടുത്ത വ്യക്തിബന്ധങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെ ഒരാൾ ചോദിച്ചു, ഒരു പുരോഹിതനാണ് എന്നോട് ചോദിച്ചത്, എനിക്ക് വിഷമിക്കാൻ അന്തം വിട്ടുപോയി. സരിത കൂട്ടായ്മയ്ക്ക് വരുമായിരുന്നു, സരിത വരത്തില്ലായിരുന്നു. സരിത ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മക്കളും കണ്ടിട്ടില്ല. അവിടെ ക്ലിഫ് ഹൗസ് വന്നിട്ട് എനിക്ക് അറിയാനും വരിക. 1970 മുതൽ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ടെന്നും സോളാർ വിവാദകാലത്ത് അദ്ദേഹം സാധാരണ പോലെയാണ് പെരുമാറിയതെന്നും മകൻ ചാണ്ടി ഉമ്മൻ. 1970 അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ അതായത് ഇലക്ഷൻ മത്സരിക്കുകയോ ആ സമയത്ത് കണ്ട ആരോ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യയെ ചൊല്ലി ഇദ്ദേഹത്തെ വേട്ടയാടിയെന്നാ പറഞ്ഞത്. 70 തൊട്ട് തുടങ്ങിയ പരിപാടിയാ. അപ്പൊ അതുകൊണ്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു പുതുമയൊന്നും തോന്നാതിരുന്നത്. ഇത് നടന്നപ്പോഴൊക്കെ, ഈ സോളാർ നടന്നപ്പോഴേ പുള്ളി എന്തോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള മട്ടിൽ തന്നെ ഞങ്ങൾ സംസാരിച്ച് പെരുമാറിയതല്ല. അത് ഒരു കാര്യമില്ല, കാരണം ഇത് കണ്ടു വരികയല്ലേ. ഉമ്മൻചാണ്ടി യേശുക്രിസ്തുവിനെ പോലെ ക്രൂശിക്കപ്പെട്ടെന്ന് MM ഹസനും ഭരണാധികാരികൾ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കണമെന്ന് AK ആന്റണിയും പ്രതികരിച്ചു. ഡോക്ടർ MR തമ്പാൻ രചിച്ച ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതമെന്ന പുസ്തകം AK ആന്റണി പ്രകാശനം ചെയ്തു. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ന്യൂസിന് സമയം പൂർത്തിയാവുകയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.